നമസ്കാരം. ഇന്ന് മകര അമാവാസിയാകുന്നു. അമാവാസിക്ക് നിരവധിയാർന്ന പ്രത്യേകതകളുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന്. കൂടാതെ പിതൃക്കളുമായി ബന്ധപ്പെട്ട ദിവസം എന്ന് പറയാം. പിതൃപ്രീതി നടത്തേണ്ട അല്ലെങ്കിൽ വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. മറ്റ് കാര്യങ്ങൾ മാറ്റിവെച്ച് ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുക എന്ന കാര്യം നിർബന്ധമായും ചെയ്യേണ്ടതാകുന്നു. ഇന്നേ ദിവസം രാവിലെ സാധിച്ചില്ല എങ്കിൽ പോലും ദീപാരാധന തൊഴേണ്ടതാകുന്നു. ഇന്നു മുതൽ ചില നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ അമാവാസ്യ ദിന പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം ഏറ്റവും ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങളാണ് ഇന്നേ ദിവസം അമാവാസ്യ ദിനം മുതൽ വന്ന് ചേരുക എന്ന കാര്യം ഓർക്കുക. 3 ദിവസം ഏറ്റവും കൂടുതലായി ഈ ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനുശേഷമുള്ള 2 ദിവസങ്ങൾ ദോഷകരമായിരിക്കും എങ്കിൽ പോലും അത്രയും ദോഷമാണ് എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ 5 ദിവസങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വാഹനാപകടത്തിനും ജലം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ, വിചാരിച്ച കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോവുക, തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ, ഇതെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഈ ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു. ഈശ്വരാധീനം ഏറ്റവും അധികം വേണ്ട ദിവസങ്ങളാണ് എന്ന് പറയാം. തീർച്ചയായും പരമശിവനെ പ്രാർത്ഥിക്കുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഈ 5 ദിവസവും നടത്താൻ സാധിക്കുന്നതും ശുഭകരമാകുന്നു. കൂടാതെ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാകുന്നു. മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 5 ദിവസങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള 5 ദിവസങ്ങളാണ് ഇത്. ഈ സമയം അപകട സാധ്യത, ജലം, വൈദ്യുതി, വാഹനാപകടം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ധനനഷ്ടങ്ങൾ സംഭവിക്കാം. വിചാരിച്ചതുപോലെ ഒരു കാര്യവും മുന്നോട്ട് പോകണം എന്നില്ല. തടസ്സങ്ങളാൽ നിങ്ങൾ വലയുന്നതാകുന്നു. അത്തരത്തിൽ ഏറ്റവും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. വാക്തർക്കങ്ങൾ, ബന്ധങ്ങളിൽ വിള്ളൽ വീഴുക, കൂടാതെ മേലുദ്യോഗസ്ഥരുടെ അപ്രീതി നേടുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ധനപരമായ നഷ്ടങ്ങൾക്കും വളരെയധികം സാധ്യത കൂടുതലുള്ള ദിവസമാകുന്നു. ഈ ദിവസങ്ങൾ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോകേണ്ട ദിവസങ്ങളാകുന്നു. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിത്യവും ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിച്ച് മുന്നോട്ടു പോവുക. മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുന്നതിനോടൊപ്പം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ നടത്തുവാനും മറക്കാതിരിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു പരിധിവരെ ഇത്തരം ദോഷങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണ നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. തിരുവോണ നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ് ഈ 5 ദിവസങ്ങൾ എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. അതല്ല എങ്കിൽ ഏറ്റവും ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രധാനമായും വാഹനാപകടത്തിന് സാധ്യത കൂടുതലാകുന്നു. അതേപോലെ തന്നെ ജലം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. ആശുപത്രി വാസങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. വീട്ടിലുള്ള അംഗങ്ങളുടെയും ആരോഗ്യസ്ഥിതി നിങ്ങൾ ശരിയായ രീതിയിൽ വീക്ഷിക്കേണ്ടതാകുന്നു. ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെ പറയാം. ധനനഷ്ടം, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം നഷ്ടമാകുവാനുള്ള സാധ്യതകൾ, ഭൂമിയുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ, ജോലിയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തടസ്സങ്ങൾ,
ലഭിക്കേണ്ട പല കാര്യങ്ങളും തടസ്സങ്ങൾ മൂലം ലഭിക്കാതെ നീണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ഈ 5 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അലച്ചിൽ പോലും പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാകുന്നു. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. അപവാദം, അതേപോലെ മാനഹാനി എന്നിവ സംഭവിക്കാനും സാധ്യത കൂടുതലാണ്. ഈ ദിവസങ്ങളിൽ പരമശിവനെ ആരാധിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മുന്നോട്ട് പോവുക. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ധാരയും പിൻവിളക്കും ഉത്തമം തന്നെയാകുന്നു. നിത്യവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ട 5 ദിവസങ്ങൾ. ജീവിതത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന സമയം. ഈ സമയം സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ധനനഷ്ടം, മാനഹാനി, അപവാദം എന്നിവ കേൾക്കേണ്ടതായി വരാം. ആശുപത്രി വാസങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ധനനഷ്ടം അതുമൂലവും മറ്റു കാരണങ്ങളാലും സംഭവിക്കാവുന്നതാകുന്നു. അതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരേണ്ട പല കാര്യങ്ങളും അത് നിങ്ങളിൽ നിന്നും അകലുന്നതിന് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോവുക. പരമശിവനെ ആരാധിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രത്യേകിച്ചും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ധാരവഴിപാടും പിൻവിളക്കും നടത്തി മുന്നോട്ട് പോവുക. മൃത്യുഞ്ജയ മന്ത്രവും പഞ്ചാക്ഷരി മന്ത്രവും 108 തവണ വീതം ജപിക്കുക. മാറ്റങ്ങൾ ഉണ്ടാകും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങളാണ് വരുന്ന 5 ദിവസങ്ങൾ. ഈ 5 ദിവസങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി പല പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രധാനമായും വാഹനാപകടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ജലം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അപകടങ്ങൾ സംഭവിക്കാം. ധനനഷ്ടം സംഭവിക്കാം. മാനഹാനി ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കുക. മേലുദ്യോഗസ്ഥരുടെ അപ്രീതി നേടേണ്ടതായി വരും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരും. അതിനാൽ ഒന്നും ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ കടന്നു വരും. മനക്ലേശങ്ങൾ വർദ്ധിക്കാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായും വന്നു ചേരുക. ധനനഷ്ടം വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു. ഈ സമയം പരമശിവനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. മൃത്യുഞ്ജയ മന്ത്രവും പഞ്ചാക്ഷരി മന്ത്രവും നിത്യവും 108 തവണ ജപിക്കുക. മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും.